ഖാതിമുല്ലംബിയ അന്തിമയങ്ങുമലർവാടി ഖാലിഖാമം ബാവൻ തന്നു കനിഞ്ഞൊരു പൂവാടി ആശിഖുൻ കൽബാകം വെന്തു നിറഞ്ഞൊരു തിരുഭൂമി ആലമീനാകെയും കുളിര് പകർന്ന മലർഭൂമി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട 27ന്റെ രാവ് നമ്മോട് ഇന്നലെ വിട പറഞ്ഞു. അതിനെ കൈമുതലാക്കാൻ ശ്രമിച്ചവരെല്ലാം വിജയിച്ചു. അല്ലാത്തവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന മറ്റൊരു രാവാണ് 29ന്റെ രാവ്. ഈ ദിവസങ്ങളിലും കൂടുതൽ അമലുകളും സൽക്കർമ്മങ്ങളും എല്ലാം വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു തആല നമ്മിൽ നിന്ന് എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശിഷ്യന് പറഞ്ഞുകൊടുത്ത ഉപദേശങ്ങളിലെ ഉപേക്ഷിക്കപ്പെടേണ്ട രണ്ടാമത്തെ ഒരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, എന്താണ്? ഇൽമിൽ നീ തർക്കം ഇഷ്ടപ്പെടരുത്. നിനക്ക് വല്ല കാര്യങ്ങളിലും സംശയമോ മറ്റോ വന്നാൽ നീ തർക്കത്തിൻ്റെ ഉദ്ദേശത്തിലല്ലാതെ വിവരമുള്ള ആളുകളോട് അത് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ വേണ്ട രൂപത്തിൽ ആ കാര്യം മനസ്സിലാക്കാൻ യോഗ്യതയുള്ളവനാണെങ്കിൽ അവന് നീ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. തർക്കത്തിൻ്റെ വഴിയിലേക്ക് നീ പോവരുത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, നീ ഉപദേശം നൽകുന്നതോടുകൂടെ വെറും ഒരു ഉപദേശകനും വെറും ഒരു വഅദനും വഅദ് പറയുന്ന ആളും ആവരുത്. അൻ തഹ്ദറ വതഹ്തരിസ മിൻ അൻ തകൂന വാഇദൻ വമുദക്കിറ. വെറും ഒരു വഅദ് പറയുന്ന ആൾ, നല്ല വഅദ് പറയും, ജനങ്ങളങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ട് അങ്ങനെ വഅദ് പറയുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു വെറും വഅദനാവരുത് നീ. ലിഅന്ന ഫീഹി ആഫത്തൻ കബീറത്തൻ ഇല്ലാ അൻ തഅമല ബിമാ തഖൂലു അവ്വലൻ. നീ പറയുന്നതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിന്നിൽ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് വിളിച്ചു വരുത്തും. നീ ആദ്യം പറയുന്ന കാര്യങ്ങളിൽ നീ ആദ്യം ചെയ്യുന്നവനാകുക. എന്നിട്ട് സുമ്മ തഅള ബിഹിന്നാസ്, പിന്നീട് ജനങ്ങൾക്ക് നീ അത് ഉപദേശം നൽകുക. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു ഉപദേശം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യബ്ന മറിയം, മറിയമിൻ്റെ മകനായ ഈസാ നബിയെ നഫ്സക, നിങ്ങളുടെ സ്വന്തം സ്വശരീരത്തോട് നിങ്ങൾ ആദ്യം ഉപദേശം നൽകുക. അങ്ങനെ ഫൈനിത്താഴ്ത്ത, ആ സ്വശരീരം ഉപദേശം സിദ്ധിച്ചാൽ ഫഇദിന്നാസ്, പിന്നീട് ജനങ്ങൾക്ക് ഉപദേശം നൽകുക. വ ഇല്ല ഫസ്തഹി റബ്ബക, അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബിനോട്, റബ്ബിൽ ബക്കിൽ നിന്ന് നിങ്ങൾ ലജ്ജയോടെ പിന്തിരിയുക. അള്ളാഹു കാണുന്നുള്ളൊരു ബോധം ഉണ്ടാവണം, നിങ്ങൾക്ക് ഒരു ലജ്ജ ഉണ്ടാവണം. കാരണം നമ്മൾ പറയാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് ജനങ്ങളോടതിങ്ങനെ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക, അതൊരു വഷളത്തരാണ്, അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി വൈദിബത്തുലീത ബിഹാദൽ അമൽ, ഇനി നീ ജനങ്ങൾക്ക് വഅദ് പറയുന്ന ഒരു വായതായ ഒരു പ്രസംഗകനായിട്ടാണ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നതെങ്കിൽ നീ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തത് അനിത്തക്കല്ലുഫി ഫിൽ കലാമി ബിൽ ഇബാറാത്തി വൽ ഇഷാറാത്തി വൽ താമാത്തി വൽ അബിയാത്തി വൽ അശ്ആർ,
നിന്റെ പ്രസംഗത്തിലുടനീളം ജനങ്ങളോടുള്ള കീർത്തനകൾ നിർബന്ധിച്ചുകൊണ്ടുള്ള അവരെ കാര്യങ്ങളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന രൂപത്തിലുള്ള കീർത്തനകൾ, അതേപോലത്തെ ആംഗ്യരൂപങ്ങൾ, അതുപോലത്തെ നല്ല പാട്ടുകൾ, ബെയ്ത്തുകൾ, ഇതൊക്കെ പറഞ്ഞ് ചൊല്ലി പാടി നിന്റെ വാഴ് ബഹു ജോറൻ വാഴാവാതിരിക്കുക. കാരണം അല്ലാഹു തആല യുബ്ഗിദുൽ മുതകല്ലിഫീൻ, അല്ലാഹു തആല ഈ തകല്ലുഫ് നടത്തുന്ന ആളുകളെ, വളരെയധികം നിർബന്ധിച്ച് കീർത്തന നടത്തുന്ന ആളുകളെ അല്ലാഹു തആലക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്താണ് ഈ വളരെയധികം നിർബന്ധ രൂപത്തിലുള്ള കീർത്തന വാദ് എന്നൊക്കെ പറഞ്ഞാൽ? അൽ മുതജാവിസു അനിൽ ഹദ്ദി യദുല്ലു അലാ ഖറാബിൽ ബാത്തിൻ വഗഫലത്തിൽ ഖൽബ്. അത്രത്തോളം ശക്തമായ രൂപത്തിൽ ജനങ്ങളോട് വാതിലങ്ങനെ ആവശ്യപ്പെടുന്ന ആളുടെ ഉള്ളിലൊന്നും ഉണ്ടാകില്ല. കാരണം ഉള്ളിൽ കഴമ്പുള്ള ആള് സ്വന്തം സ്വശരീരത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആള് അത് പറയുമ്പോൾ അത്ര വലിയ കീർത്തനയുടെ ആവശ്യമൊന്നുമില്ല, അത്ര വലിയൊരു നിർബന്ധം പിടിക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല. അയാളതിങ്ങനെ പറയുന്ന സമയത്ത് ആ വാഴ് ഇറങ്ങി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാകുന്നത് കൊണ്ട് ജനങ്ങൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളും. അല്ലാത്ത ആളുകളാണ് എന്താക്കുന്നത്? വളരെയധികം സമ്മർദ്ദം ചെലുത്തി ജനങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ അവരെ കൽബിൽ അത് ഉണ്ടാകൂല എന്നതിനുള്ള അടയാളമാണത്. സത്യത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്, തദ്കീർ എന്നതിൻ്റെ അർത്ഥം ജനങ്ങളെ നീ ഓർമ്മപ്പെടുത്തുക, അവർക്ക് വാഴ് പറഞ്ഞു കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അയ്യദ്കുറല്ലാടതു നാറൽ ആഖിറ, അള്ളാഹുവിൻ്റെ ഭയാനകമായ നരകത്തെ തൊട്ട് നീ ജനങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അതേപോലെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ജനങ്ങൾക്കുണ്ടാകുന്ന, ശരീരത്തിനുണ്ടാകുന്ന വീഴ്ചകൾ, അതേപോലെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലല്ലാതെ ഇബാദത്തിലല്ലാതെ കഴിഞ്ഞുപോയ ഒരുപാട് നാളുകൾ, ആ വിഷയങ്ങളിൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. അതേപോലെ ഇനി നമ്മുടെ മുമ്പിൽ വരാനുള്ള സിറാത്ത് പാലം, ഖബറ്, അതേപോലെ മരണം, ഖബറ്, സിറാത്ത് പാലം, ഹിസാബ് പോലത്തെ ഒരുപാട് വലിയ വലിയ കടമ്പകൾ ഇനി നമുക്ക് മുമ്പിൽ കടന്നു വരാനുണ്ട്. അത് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക. അതേപോലെ മരണസമയത്ത് ഈമാൻ സുരക്ഷിതമാകുമോ, രക്ഷപ്പെടുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തുക. അതേപോലെ ഖാബിദുൽ അർവാഹ് അസ്രായിൽ അലൈഹിസ്സലാം വന്ന് ആ റൂഹ് പിടിക്കുന്ന സമയം, അതിൻ്റെ രൂപങ്ങൾ, നല്ലവനെ എങ്ങനെ പിടിക്കും, ചീത്ത ആളുകളെ എങ്ങനെ പിടിക്കും എന്നൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് നല്ലവരിൽ ഉൾപ്പെടാൻ വേണ്ടി അവരെ ഓർമ്മപ്പെടുത്തുക. അതേപോലെ ഖബറിലേക്ക് നമ്മളെ വെച്ചു കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് കഴിയുമോ ഇല്ലേ, അത് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ഖബറിൻ്റെ അവസ്ഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഖിയാമത്ത് നാളിൻ്റെയും മഹ്ശറിൻ്റെയും ആ ഖിയാമത്ത് നാളിൽ നാം അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെയും ഭയാനകതയുടെയും എല്ലാം കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതേപോലെ സിറാത്ത് പാലം നമ്മൾ വിട്ടുകടക്കുമോ, സുരക്ഷിതമായി നമ്മൾക്ക് കടക്കാൻ കഴിയുമോ, അതല്ല ഭയാനകമായ നരകത്തിൽ നമ്മൾ വീണുപോകുമോ, ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ എന്താക്കണം? അവൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഫയുസ്ബിജുഹു അൻ ഖറാരിഹി ഫവയലാനു ഹാദിഹി നിറാൻ വനൗഹതു ഹാദിഹിൽ മസായിബി യുസമ്മാ തദ്കിറ. ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വിഷയങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ അതൊരു മാറ്റം വരുത്തുന്ന രൂപത്തിൽ അല്ലാഹുവിൻ്റെ നരകത്തെ തൊട്ടും അതിൻ്റെ ഭയാനകതയെ തൊട്ടും മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളും ഭയപ്പെടുത്തലുകളും പേടിപ്പെടുത്തലുകളും, അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവൻ സമൂലമായ മാറ്റം സംഭവിക്കുന്ന രൂപത്തിലുള്ള ഈ കാര്യങ്ങൾക്കാണ് വഅദ് എന്ന് പറയുന്നത്. എന്നാൽ ജനങ്ങളെ ഈ വിഷയങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, അതേപോലെ അവരുടെ വീഴ്ചകളും അവരുടെ അക്രമങ്ങളും അവരുടെ മറ്റു പോരായ്മകളൊക്കെ അവർക്ക് ഉണർത്തിക്കൊടുക്കുക, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ അവരെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ എന്തിനാണ്? ആ മജ്ലിസിൽ, അവൻ വാദ് പറയുന്ന ആ മജ്ലിസിൽ അള്ളാഹുവിൻ്റെ ആ നരകത്തിൻ്റെ ചൂട് തട്ടാൻ വേണ്ടി. അങ്ങനെ തട്ടുമ്പോഴാണ് ജനങ്ങളൊക്കെ എന്താകല്, പടച്ചോനെ ഈ വാദിൻ്റെ ഗുണം കൊണ്ട്
അള്ളാഹുവിൻ്റെ ഭയാനകരമായ നരകത്തിൻ്റെ ആ പേടിപ്പെടുത്തൽ കൊണ്ട് ജനങ്ങൾ ആ സദസ്സാകെ ഇളകി മറിയും. ബഹുമാനപ്പെട്ട മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവൊക്കെ വഅദ് പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കാനുള്ള സമയത്ത് ആ സദസ്സിൽ ജനങ്ങളൊന്നാകെ അട്ടഹസിച്ച് കരയുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിലുള്ളതായിരിക്കണം വഅദ്. അങ്ങനെ അവൻ്റെ ഭാവി ജീവിതത്തെ അവൻ ആ സദസ്സിൽ നിന്ന് കൃത്യമായി അടയാളപ്പെടുത്തി എഴുന്നേറ്റ് പോകണം. അവൻ അള്ളാഹുവിൻ്റെ വഴിപാടിലില്ലാതെ അവൻ ജീവിച്ച് തീർത്ത അവൻ്റെ ആ ജീവിതങ്ങളെപ്പറ്റി അവനെങ്ങനെ ഓർക്കണം. ഇതിനൊക്കെയാണ് വഅദ്, തെദ്കീർ, ഓർമ്മപ്പെടുത്തലുകൾ എന്നൊക്കെ പറയുക. ഇത് നമ്മളിങ്ങനെ കമ്പിയും പ്രാശവും ഒപ്പിച്ച് എല്ലാ വാക്കുകളും പര്യായ പദങ്ങളും ഇങ്ങനെ പറഞ്ഞ് രസത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരേണ്ട ഒന്നല്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ആ വിഷയം നീ ശ്രദ്ധിക്കണം. ഏതുപോലെ എന്നിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട ഔസാലി റളിയല്ലാഹു അൻഹു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഉരുൾപൊട്ടി ഒഴുകി വരികയാണ് വെള്ളമൊന്നായിട്ട് ആകെ. അത് ഹജമ അലാ ദാരി അഹദിൻ ബകാനഹു വഅഹ്ലുഹു ഫീഹാ ഫതഖൂൽ. ഒരു വീട്ടുകാരനും അവൻ്റെ കുടുംബവും വീട്ടിലുണ്ട്. പുറത്തുനിന്ന് ആരോ കാണുകയാണ് ഉരുൾപൊട്ടലുണ്ടായിട്ട് മല ഒന്നായിട്ട് വെള്ളത്തോടുകൂടെ ഒഴുകി വരുന്നത്. അപ്പം ഇവൻ വിളിച്ചു പറയണം, ഓടിക്കോ ഓടിക്കോ, അവിടെ ആകെ വെള്ളം വരുന്നുണ്ട്, ഓടി രക്ഷപ്പെട്ടോളുക എന്ന് പറയുമ്പോൾ ഫിറു അൽഹദർ അൽഹദർ ഫിറു മിനസീൽ എന്ന് പറയുമ്പോൾ വഹൽ യസ്തഹി ഖൽബുക ഫീ ഹാദിഹിൽ ആലതി അൻ തുഖ്ബിറ സാഹിബ ദാരി ഖബറക ബിതകല്ലുഫിൽ ഇബാറാത്തി വന്നുകതി വൽ ഇഷാറാത്ത്. നീ ഇത് പറയുമ്പോൾ നിന്റെ വാക്കിൽ ചാതുര്യവും നിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിലുള്ള നിന്റെ കഴിവുകളും അതേപോലെ നിന്റെ ഫസാഹത്ത്, നിന്റെ സാഹിത്യ സമ്പുഷ്ടമായ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി നീ ശ്രമിക്കുമോ? അവിടെ ഇല്ല. അല്ല അതസ്തഹി അൽബത്ത, ഒരിക്കലും അത് നീ പറയാനും ഉദ്ദേശിക്കൂല, നീ പറയാനത് നിൽക്കുകയുമില്ല. അത് കേൾക്കേണ്ട ആളുകൾ അത് കേൾക്കാനും ഇഷ്ടപ്പെടൂല. ഇതേപോലെ തന്നെയാണ് ഒരു വഅദ് പറയുന്ന ആളും ജനങ്ങൾ എങ്ങനെയെങ്കിലും നന്നാവണം, അവരെ നന്നാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ട വഅദിൽ അവൻ്റെ വഅദിൻ്റെ ആ ഭംഗിയും അവൻ്റെ വഅദിൻ്റെ പര്യായ പദങ്ങളും എല്ലാം പറഞ്ഞ് അവൻ എത്രത്തോളം വാക്ക് ചാതുര്യവും മറ്റും കൊണ്ട് ജനങ്ങളുടെ സദസ്സിനെ കയ്യിലെടുക്കാൻ പറ്റും എന്നതിനു പകരം അവരെ എത്രത്തോളം ആഖിറത്തിലേക്കും അല്ലാഹുവിലേക്കും കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ചിന്തിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ രണ്ടാമത്തെ നീ ഉപേക്ഷിക്കേണ്ട കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് അതാണ്. വാദന്മാരാകുമ്പോൾ സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുക. വാദം പറയുന്ന സമയത്ത് വാദിൻ്റെ ആ വാക്കുചാരുതയും അതേപോലെ മറ്റുമെല്ലാം നീ ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഖൽബിൽ നിന്ന് വരുന്ന രൂപത്തിൽ നീ വാദം പറഞ്ഞു കൊടുക്കുക. ബഹുമാനപ്പെട്ടവർ രണ്ടാമത്തെ ഉപദേശം നീ ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ എണ്ണി പറഞ്ഞ കാര്യമാണത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും അതുപോലെ നമ്മൾ ചെയ്തതും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വരും ദിവസങ്ങളിൽ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഗരേലുമദാക്കല്ലാ